ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും ചോദ്യം വരുന്നൊരു ഭാഗമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മൗലികാവകാശങ്ങളുടെ പങ്ക് എന്താണ് എന്ന് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതൊരു എസ്സേ ക്വസ്റ്റ്യനായിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മൗലികാവകാശങ്ങളുടെ പങ്ക്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ സാംസ്കാരിക വൈവിധ്യം, സാമ്പത്തിക ചലനാത്മകത, രാഷ്ട്രീയ ബഹുസ്വരത എന്നിവയുടെ സമ്പന്നമായ ഒരു മുഖമുദ്രയുള്ള രാജ്യമാണ്. ഈ ചുടലമായ ജനാധിപത്യത്തിൻ്റെ കാതൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലികാവകാശങ്ങളിൽ നിന്നാണ്. ഈ അവകാശങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന അടിസ്ഥാന ശിലയാണ്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയിൽ മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നതിൻ്റെ ചരിത്രപരമായ സന്ദർഭം നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയത് കൊളോണിയൽ കീഴടക്കലിൻ്റെ ഭീകരത ഒരിക്കലും ഇനി ഈ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാനുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. പുതുതായി ഉണ്ടാക്കിയ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു അധ്യായം നൽകാൻ കഴിഞ്ഞത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും ഭരണകൂടത്തിൻ്റെ ദുരുപയോഗങ്ങളിൽ നിന്ന് വ്യക്തികളെ സംരക്ഷിക്കുന്നതിനുമുള്ള, പൗരന്മാരെ സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. എങ്ങനെയൊക്കെയാണ് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത്, ഇന്ത്യയിലെ ജനാധിപത്യത്തെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കുന്നത്. ഒന്ന്, പൗരന്മാരുടെ ശാക്തീകരണമാണ്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് അനിഷേധ്യമായ ചില അവകാശങ്ങൾ നൽകുന്നു, എന്നിട്ട് അവരെ ശാക്തീകരിക്കുന്നു. ഈ അവകാശങ്ങളിൽ സമത്വത്തിനുള്ള അവകാശം, സംസാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവ ഉൾപ്പെടുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി ഇടപെടാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അധികാരത്തിലിരിക്കുന്നവരെ വിമർശിക്കാനും അധികാരത്തിലിരിക്കുന്നവരെ ഉത്തരവാദിത്തത്തിൽ നിർത്താനും അത് വ്യക്തികളെ പ്രാപ്തമാക്കുന്നു. ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കാൻ, സംസാരിക്കാൻ സാധിക്കുന്നു. നിരന്തരം ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ സാധിക്കുന്നു. അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനും ജനാധിപത്യപരമായിട്ട് അഭിപ്രായം പറയാനും ഭരണകൂടത്തെ വിമർശിക്കാനുമൊക്കെയുള്ള അധികാരം മൗലികാവകാശങ്ങളിലൂടെ ഇന്ത്യയിലെ വ്യക്തികൾക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ കൂടുതൽ പുഷ്കരമാക്കുന്നതിന്, കൂടുതൽ സർഗാത്മകമാക്കുന്നതിന് പൗരന്മാരുടെ ഈ ശാക്തീകരണത്തിനുള്ള മൗലികാവകാശങ്ങളിലൂടെ ചെയ്യുന്ന ഈ ശാക്തീകരണം സഹായിക്കുന്നു. മറ്റൊന്ന്, വ്യക്തികളുടെ സ്വാതന്ത്ര്യങ്ങളുടെ സംരക്ഷണമാണ്. ശക്തമായ ജനാധിപത്യത്തിന് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം അത്യാവശ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ആ ജനാധിപത്യം വിജയിക്കുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ അവിടെയുള്ള വ്യക്തികൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ആ രാജ്യം എത്രമാത്രം ജനാധിപത്യപരമാണ് എന്ന് നോക്കുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഭരണകൂടത്തിൻ്റെ അനാവശ്യമായ കടന്നുകയറ്റത്തിനെതിരെ സംരക്ഷണം നൽകുന്നു. അപ്പോൾ വ്യക്തികൾക്ക് പരമാവധി വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു മൗലികാവകാശം എന്നതാണ്. ഭരണകൂടത്തിൻ്റെ വിവേചനത്തിൽ നിന്നും, ഭരണകൂടത്തിൻ്റെ പീഡനത്തിൽ നിന്നും, ഭരണകൂടത്തിൻ്റെ കടന്നുകയറ്റത്തിൽ നിന്നും വ്യക്തികൾക്ക് സംരക്ഷണം നൽകുന്നു. ഇത് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ജനാധിപത്യം ഒരു രാജ്യത്ത് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രാജ്യത്ത് വ്യക്തികൾക്ക് എത്രമാത്രം വ്യക്തി സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ മൗലികാവകാശം കൊണ്ട് സാധിക്കുന്നു. മറ്റൊന്ന്, സാമൂഹ്യ നീതിയെ പരിപോഷിപ്പിക്കുന്നു. നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളെ അഭിസംബോധനം ചെയ്യുന്നില്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം യഥാർത്ഥത്തിൽ ശക്തമാവില്ല. അത് ഏതു രാജ്യത്തിൻ്റെതാണെങ്കിലും ആ രാജ്യത്ത് ഈ അസമത്വം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശം ഇന്ത്യയിലെ മനുഷ്യർക്കിടയിലെ അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു.
തുല്യതയ്ക്കുള്ള അവകാശം ഉറപ്പ് നൽകുന്നു, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പ് നൽകുന്നു, സാമൂഹ്യനീതി വളർത്തുന്നതിനാവശ്യമായ അവകാശങ്ങൾ ഭരണഘടനയിലെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നു. ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള സംവരണം, SC/ST വിഭാഗങ്ങൾക്ക് ജാതീയമായി ദീർഘകാലം പിന്നോട്ട് നിന്ന മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ അഫർമേറ്റീവ് ആക്ഷൻസ് എടുത്തുകൊണ്ട് അവരെ പോസിറ്റീവായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള അഫർമേറ്റീവ് ആക്ഷൻ എടുത്തുകൊണ്ട് സംവരണം പോലുള്ള സംവിധാനങ്ങൾ എടുത്തുകൊണ്ട് അവർ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ സമൂഹത്തിൽ സമത്വം, സാമൂഹ്യനീതിയും നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സാമൂഹ്യനീതി എത്രമാത്രം ഉണ്ടോ എങ്കിൽ മാത്രമേ ആ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ ബോധ്യം ഭരണഘടനാ നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാമൂഹ്യനീതിയെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ മൗലികാവകാശം വഴി സംരക്ഷിക്കാൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ശ്രമിച്ചത്. ഇതും ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊന്ന്, സർക്കാർ അധികാരങ്ങളെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് എന്നത്. മൗലികാവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെയും ഏകപക്ഷീയമായ പ്രവർത്തനങ്ങളുടെയും ഒരു പരിശോധനയായിട്ട് പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ് നടപടികൾ ജനാധിപത്യ തത്വങ്ങൾക്ക് അനുസൃതമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്നതും ചെയ്യാൻ കഴിയാത്തതുമായ കാര്യങ്ങളിൽ മൗലികാവകാശങ്ങൾ പരിധി നിശ്ചയിക്കുന്നു. ഭരണകൂടം അതിൻ്റെ അതിരുകൾ ലംഘിക്കുമ്പോൾ പൗരന്മാർക്ക് ജുഡീഷ്യറിയെ സമീപിച്ചുകൊണ്ട് പരിഹാരം തേടാം. അങ്ങനെ രാജ്യത്തുള്ള ഭരണകൂടം വ്യക്തികളുടെ അവകാശങ്ങൾക്ക് നേരെ കൈകടത്തിയാൽ അപ്പോൾ തന്നെ വ്യക്തികൾക്ക് കോടതിയെ സമീപിക്കാം. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ ഉടനടി ആ വ്യക്തികൾക്ക് കോടതിയെ സമീപിക്കാം. ആ കോടതി ആ വ്യക്തികൾക്ക് ആ നിമിഷം അവകാശങ്ങൾ സ്ഥാപിച്ച് നൽകണം. അപ്പോൾ ഭരണകൂടങ്ങളിൽ നിന്ന്, സർക്കാരിൽ നിന്ന്, അധികാര വിഭാഗത്തിൽ നിന്ന് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നത്, സംരക്ഷണം കിട്ടുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ മഹത്വമാണ്. അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് മൗലികാവകാശം ഉപസംഹാരമായിട്ട് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലാണ്. അവ പൗരന്മാരെ ശാക്തീകരിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, സാമൂഹ്യനീതി പരിപോഷിപ്പിക്കുന്നു, സർക്കാർ അധികാരത്തിൽ പരിശോധന ഉറപ്പാക്കുന്നു, ഭരണകൂടത്തിൻ്റെ അധികാരത്തിൽ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അതിക്രമിക്കുന്നുണ്ടോ എന്നതും പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നു. ഊർജ്ജസ്വലമായ ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കാനാവില്ല. അവ കേവലം നിയമവ്യവസ്ഥകൾ മാത്രമല്ല, മൗലികാവകാശങ്ങൾ വെറും നിയമവ്യവസ്ഥകൾ മാത്രമല്ല, ഓരോ പൗരൻ്റെയും അന്തസ്സും അവകാശങ്ങളും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ ഇന്ത്യയുടെ സത്തയാണ് മൗലികാവകാശം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വ്യക്തികളുടെ, ഓരോ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ലംഘനങ്ങളിൽ നിന്ന്, അതിക്രമങ്ങളിൽ നിന്ന്, മാത്രമല്ല മറ്റു ആളുകളുടെ അതിക്രമങ്ങളിൽ നിന്നൊക്കെ വ്യക്തികളെ, പൗരന്മാരെയും സംരക്ഷിക്കുക എന്നത് മൗലികാവകാശത്തിൻ്റെ കടമയാണ്. അങ്ങനെ വ്യക്തികൾക്ക് പരമാവധി സ്വാതന്ത്ര്യം ലഭിക്കുകയും ആ സ്വാതന്ത്ര്യത്തോടെ വ്യക്തികൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. വ്യക്തികൾ പരമാവധി തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരിടം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ, ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ ഇന്ത്യയിലെ ജനാധിപത്യവും നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മൗലികാവകാശം പ്രവർത്തിക്കുന്നത്. ഇനിയൊരു ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങൾ ഉണ്ടാവരുത് എന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ അചഞ്ചലമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മൗലികാവകാശം ഇന്ത്യയുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്.